Welcome, dear students. Today, first, we are going to see what is meant by SWIFT. We have already come across this area during last session. SWIFT stands for Society for Worldwide Interbank Financial Telecommunication. SWIFT is an organization, or we can say it is a society that was founded in Brussels in 1973 to establish some common processes and standards for financial transactions. It is a messaging network that financial institutions use to securely transmit information and instructions through a standardized system of codes. So basically സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1973 ബ്രസൽസ് എന്ന് പറയുന്ന പ്ലേസിലായിരുന്നു. ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മെസ്സേജിങ് നെറ്റ്വർക്കിനെയാണ്, അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഓർ ഇൻഫോർമേഷനൊക്കെ സെക്യൂർലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ഒരു എന്താ പറയുന്നത്, ഒരു എൻക്രിപ്റ്റഡ് ഫോം ഓഫ് ഒരു കോഡ്, യുണീക്ക് കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെസ്സേജിങ് നെറ്റ്വർക്കിനെയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ മെസ്സേജിങ് നമ്മൾ ഇനേബിൾ ചെയ്യുന്നത്. സോ ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സഹായം തേടുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കോഡ് ഇസ് കോൾഡ് ഇൻ്റർചേഞ്ചബിളി ദ ബാങ്ക് ഐഡൻറ്റിഫയർ കോഡ് BIC, സ്വിഫ്റ്റ് കോഡ്, സ്വിഫ്റ്റ് ID, എക്സെട്ര. സോ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ്, അതിന് കീഴിൽ വരുന്ന ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഒരു കോഡ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദാറ്റ് കോഡ് ഇസ് നോൺ ആസ് ബാങ്ക് ഐഡൻറ്റിഫയർ കോഡ്, സ്വിഫ്റ്റ് കോഡ്, ഓർ ഇറ്റ് ക്യാൻ ഐദർ ബി എ സ്വിഫ്റ്റ് ID. ബേസിക്കലി ഒരു ബാങ്കിൻ്റെ സ്വിഫ്റ്റ് ID എന്ന് പറയുമ്പോൾ ഒരു 8 ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു 11 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ആയിരിക്കും. സോ ബേസിക്കലി ഒരു ആൽഫ ന്യൂമറിക് കോഡായിരിക്കും സ്വിഫ്റ്റ് അവരുടെ കീഴിൽ വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ദ സ്വിഫ്റ്റ് കോഡ് ഫോർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം ബ്രാഞ്ച് ഇൻ കേരള സ്റ്റേറ്റ് ഇസ് SBIN-BB565. അതിൽ ഫസ്റ്റ് 4 letters SBIN stands for the bank code, then IN, the next two letters stands for country code, and BB, next 2 letters stands for the location code, and last 3 digits 565, that 3 digits stands for the branch code. സോ ഒരു യുണീക്ക് ആൽഫ ന്യൂമറിക് നമ്പറാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ ബേസിക്കലി ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേപോലുള്ള 8 or 11 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. Now let's see some of the features of this organization or this SWIFT society. First point is that SWIFT transfer is a type of international money transfer sent via the SWIFT International Payment Network. നമ്മൾ പറഞ്ഞു ബേസിക്കലി ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിങ് നെറ്റ്വർക്കാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നെറ്റ്വർക്ക്. ബേസിക്കലി പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസുമായി റിലേറ്റ് ചെയ്ത മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഈ മെസ്സേജിങ് നെറ്റ്വർക്കായ സ്വിഫ്റ്റിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്. Second point is that SWIFT provides a secure network that allows more than 10,000 financial institutions in 212 different countries to send and receive information about the financial transactions to each other. So basically SWIFT എന്ന് പറയുന്ന ഓർഗനൈസേഷന് കീഴിൽ മോർ ദാൻ 10,000 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതും ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നും വരുന്ന ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്വിഫ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴും അതൊരു സെക്യൂർഡ് നെറ്റ്വർക്കിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ബിക്കോസ് each financial institution or bank that comes under SWIFT is having a unique identification alphanumeric code. Third point is that the majority of SWIFT members are banks, but it also used by trading institutions, money and security brokers, clearing systems,
ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ബേസിക്കലി സ്വിഫ്റ്റിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ബേസിക്കലി ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. അതല്ലാതെ ഏതെങ്കിലും ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ മണി ഓർ സെക്യൂരിറ്റി ബ്രോക്കേഴ്സ്, ക്ലിയറിംഗ് ഹൗസസിന്, ക്ലിയറിംഗ് സിസ്റ്റത്തിന് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഈ സ്വിഫ്റ്റിൻ്റെ എന്ന് പറയുന്ന ഓർഗനൈസേഷന് കീഴിൽ മെമ്പർ ആവാൻ വേണ്ടി സാധിക്കും. ബട്ട് മെജോറിറ്റി ബാങ്ക്സ് ആൻഡ് നോർമൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. An institution must hold a banking license to become a member of SWIFT. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ടും ബാങ്ക്സിന് മാത്രമായിരിക്കും ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിങ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ സ്വിഫ്റ്റിൻ്റെ മെമ്പർ ആവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. The SWIFT network do not actually transfer funds, but it sends payment orders between institutions account using SWIFT codes. So basically നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ SWIFT is actually a secured messaging network. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ ആക്ച്വലി അവർ ഫണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദേ ആർ ആക്ച്വലി സെൻഡിങ് ദ പേയ്മെൻറ്റ് ഓർഡേഴ്സ് ഓർ റിസീവ്ഡ് ഓർഡേഴ്സ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് നടത്താനുള്ള ഓർഡേഴ്സും അതേപോലെ റിസീവ് നടത്താനുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മെസ്സേജ് മാത്രമാണ് സ്വിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ആക്ച്വലി ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇത് ഇനേബിൾ ചെയ്യുന്നത് ഇതേപോലുള്ള സ്വിഫ്റ്റ് കോഡ്സ് അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് വാസ് സ്വിഫ്റ്റ് ദാറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് IBAN, BIC എക്സെട്ര. സോ ബാങ്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് അതേപോലെ ഇൻ്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് ഇങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സും നമ്പേഴ്സൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആയതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനാണ്. സോ സ്വിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ആക്ച്വലി founded in Brussels in the year 1973. It is to establish some common processes and standards for financial transaction. We can say it is basically a secured messaging network that enables the financial institution to use securely transmit the informations and instructions regarding their financial transactions. Next ഒരു term core banking solution, or we can say core banking facility. Core is the abbreviation for centralized online real-time electronic banking. So എന്താണ് core banking facility എന്ന് നമുക്ക് നോക്കാം. Core banking is a term used to describe the services provided by a group of networked branches. Core banking enables the customers to avail banking services from any branch of a bank, irrespective of where the customer maintains their account. So കോർ ബാങ്കിങ് ഫെസിലിറ്റിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കോർ ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ഏത് ബ്രാഞ്ചിലാണോ അവർക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബ്രാഞ്ചിലല്ലാതെ ആ ബാങ്കിൻ്റെ മറ്റ് പല ബ്രാഞ്ചസിൽ പോയിട്ടും ബാങ്കിങ് സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബേസിക്കലി ഇപ്പോൾ എനിക്ക് എറണാകുളത്താണ് ഒരു SBI എന്ന് പറയുന്ന ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതെങ്കിൽ ബേസിക്കലി എനിക്ക് ഒരു ലോൺ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു FD സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഏത് ബ്രാഞ്ചിലാണോ എനിക്ക് അക്കൗണ്ട് ഉള്ളത് അവിടെ തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ ഫിസിക്കലി പോയി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബട്ട് കോർ ബാങ്കിങ് ഫെസിലിറ്റിയിൽ എനിക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് SBIയിൽ പോയിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ പറയുന്ന ബാങ്കിങ് സർവീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർ ബാങ്കിങ് സർവീസൊക്കെ അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതാണ് പറയുന്നത് കോർ ബാങ്കിങ് enables the customers to avail banking services from any branch of a bank, irrespective of where the customers maintain their accounts. The purpose of core banking is to provide convenient, efficient and high quality banking services to their customers. Under core banking system, a customer is treated as a bank's customer and not the customer of a particular branch. All the branches of a bank are interconnected and the information is stored centrally, which can be accessed by all the branches. So basically core banking ഫെസിലിറ്റിയിൽ ഈ കസ്റ്റമറെ ആ ബാങ്കിൻ്റെ കസ്റ്റമറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതല്ലാതെ
ആ ബാങ്കിൻ്റെ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ മാത്രം കസ്റ്റമറായിട്ടല്ല നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് പോയിട്ടും അല്ലെങ്കിൽ ഏത് ഏരിയയിലുള്ള ഈ സെയിം ബാങ്കിൽ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താം, ബാങ്കിങ് സർവീസസ് അവൈൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി മച്ച് കൺവീനിയൻറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ടൈപ്പ് ഓഫ് ബാങ്കിങ്. കാരണം ഇത് എനേബിൾ ചെയ്യുന്ന മെയിൻ ഫെസിലിറ്റിയുടെ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ എല്ലാ സെർവേഴ്സും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, മറ്റു പല ബ്രാഞ്ചസിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് ഈസ് ബേസിക്കലി സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് മോഡ് ഓഫ് ബാങ്കിങ്. Customers of a core banking branch can avail various banking services from any other core banking branch located anywhere in the world. These services include basically ഒരു കസ്റ്റമറിന് ഏതൊക്കെ സർവീസസ് ആണ് ഈ കോർ ബാങ്കിങ് ഫെസിലിറ്റിയിലൂടെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ബാങ്കിലൂടെ എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഏതൊക്കെ സർവീസസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സർവീസസ് ഒക്കെ തന്നെയാണ് ഇവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ടു മേക്ക് ബാലൻസ് എൻക്വയറീസ്, ടു വെരിഫൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എൻട്രീസ് ഇൻ ദ അക്കൗണ്ട്സ്, ടു വിഡ്രോ ക്യാഷ് ഫ്രം ദി അക്കൗണ്ട്, ടു ഡെപ്പോസിറ്റ് എ ചെക്ക് into the account, to deposit cash into the account, to deposit check or cash into the account of some other person who has account in core banking branch, to obtain statement of an account, as well as to transfer funds from one customer's account to another customer's account, provided accounts are in core banking branches. So basically ഏതൊക്കെ ബാങ്കിങ് സർവീസ് ആണോ നോർമലായിട്ടുള്ളൊരു കസ്റ്റമർ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് അവൈൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ സർവീസസും നമുക്ക് ഈ കോർ ബാങ്കിങ് ഫെസിലിറ്റിയിലൂടെ ഇനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബട്ട് ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്കും ഇതേപോലുള്ള കോർ ബാങ്കിങ് ഫെസിലിറ്റിയുള്ള ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു കാര്യം മാത്രം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുള്ളൂ. സോ ദാറ്റ് ഈസ് ബേസിക്കലി സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം ഇലക്ട്രോണിക് ബാങ്കിങ്. ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത സ്വിഫ്റ്റ് അതേപോലെ കോർ ബാങ്കിങ് ഫെസിലിറ്റി, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മാത്രം നമ്മളിന്ന് നോക്കിയെന്നുള്ളൂ. അതിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ എന്തായിരുന്നു കോർ ബാങ്കിങ് ഓർ എന്തായിരുന്നു സ്വിഫ്റ്റ് എന്ന് മാത്രം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CTS അല്ലെങ്കിൽ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. വാട്ട് ഈസ് ബേസിക്കലി ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം നമുക്ക് നോക്കാം. On the basis of the report of a working committee headed by Dr. R.D. Burman, Executive Director of RBI, the Reserve Bank of India has introduced a new process called check truncation. So basically, ബർമൻ എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഈ വ്യക്തി RBIയുടെ. ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഒരു ന്യൂ പ്രോസസ്സായ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ put forward ചെയ്തത്. The purpose of check truncation is to avoid delays in clearing of checks and to facilitate quick settlement. Thus, check truncation is a way to reduce the clearing cycle, to provide faster clearings of local as well as intercity checks, enabling quicker payment and സെറ്റിൽമെൻറ്റ് സിസ്റ്റം. എന്താണ് ഈ CTS സിസ്റ്റം അല്ലെങ്കിൽ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെക്കെല്ലാം ക്ലിയർ ചെയ്യുന്നതെങ്കിൽ ആ ക്ലിയറിങ് ടൈം അല്ലെങ്കിൽ ആ ക്ലിയറിങ് സൈക്കിൾ വളരെ ലെസ് ആയിരിക്കും. അതല്ലാതെ ലോക്കലായിട്ടും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റർസിറ്റി ചെക്സ് ആയിക്കോട്ടെ, അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഫാസ്റ്ററായിട്ടുള്ള ചെക്ക് ക്ലിയറൻസ് സിസ്റ്റമാണ് ബേസിക്കലി ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. എന്താണ് ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്, നമുക്ക് ആ പ്രോസസ്സ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് വന്ന് നോക്കുക. ഓൺ ദ റിസീറ്റ് ഓഫ് എ ചെക്ക് ബൈ കളക്ടിംഗ് ബാങ്കർ, the collecting banker keeps the physical check in his custody and the electronic records of his contents are generated through digital image process that is known as truncated check. So basically കളക്ടിംഗ് ബാങ്കർ അല്ലെങ്കിൽ ഒരു നോർമൽ ബാങ്കർക്ക് ഒരു ചെക്ക് ഇതേപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ചെക്ക് ആയിരിക്കില്ല അയാൾ കറക്റ്റായിട്ട് ക്ലിയറിംഗ് ഹൗസിലേക്ക് അയക്കുന്നത്. അതിന് പകരം അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ചെക്കായിരിക്കും നമ്മൾ
അയക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രോണിക് ഫോമാറ്റിൽ, അതായത് ഫിസിക്കൽ ഫോമിലുള്ള ഒരു ചെക്കിന് നമ്മൾ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രങ്കേഷൻ, ചെക്ക് ട്രങ്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു അങ്ങനെ കൺവേർട്ട് ആയിട്ടുള്ള ചെക്സിന് നമുക്ക് എന്ത് വിളിക്കാം? ട്രങ്കേറ്റഡ് ചെക്സ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺ ദി റെസിപ്റ്റ് ഓഫ് എ ചെക്ക് ബൈ കളക്ടിംഗ് ബാങ്കർ, ദ കളക്ടിംഗ് ബാങ്കർ കീപ്സ് ദ ഫിസിക്കൽ ചെക്ക് ഇൻ ഹിസ് കസ്റ്റഡി. ഫിസിക്കൽ ചെക്ക് അയാൾ ആർക്കും ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഫിസിക്കൽ ചെക്ക് അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ദേ ആർ ആക്ച്വലി converting that physical check into electronic check, or we can say the electronic records of its contents are generated through digital image process. Digital image processിലൂടെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ചെക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ചെക്ക് ഇസ് നോൺ ആസ് ട്രങ്കേറ്റഡ് ചെക്ക്. സെക്കൻഡ് പോയിന്റ് നോക്കുക. ദ ഡിജിറ്റൽ ഇമേജ് ഓഫ് ദ ചെക്ക് ഇസ് ദെൻ ട്രാൻസ്മിറ്റഡ് ബൈ ദി കളക്ടിംഗ് ബാങ്കർ ടു ദി ക്ലിയറിംഗ് ഹൗസ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ കളക്ടിംഗ് ബാങ്കർ ഈ ചെക്ക് ഡിജിറ്റൽ ഇമേജ് എന്ത് ചെയ്യുന്നു? ചെക്കിൻ്റെ ഡിജിറ്റൽ ഇമേജ് മാത്രം ക്ലിയറിംഗ് ഹൗസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിന് മുന്നേ എന്താണ് കളക്ടിംഗ് ബാങ്കർ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ഈസി ആയിട്ടുള്ള വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. എ കളക്ടിംഗ് ബാങ്കർ ഇസ് എ ബാങ്കർ ഹു കളക്ട്സ് ചെക്സ് ഡ്രോൺ ഓൺ അതർ ബാങ്കേഴ്സ് ഫോർ ഓർ ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കസ്റ്റമേഴ്സ്. ഓക്കെ, അതാണ് കളക്ടിംഗ് ബാങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർക്കൊരു ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അത് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ കാര്യം ആ ഒരു ഡിജിറ്റൽ ഇമേജ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് ചെക്കിൻ്റെ ഡിജിറ്റൽ ഇമേജ് ക്ലിയറിംഗ് ഹൗസിന് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. നെക്സ്റ്റ്, the clearing house will do the image routing and processing to send image files of checks to the drawee bank. Drawee bank is the bank who is required to pay the amount of the check. ചെക്കിലെ എമൗണ്ട് പേ ചെയ്യാൻ ബാധ്യസ്ഥരായ ഒബ്ലിഗേഷനുള്ള ബാങ്കിനെയാണ് ഡ്രോയി ബാങ്ക് എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? ക്ലിയറിംഗ് ഹൗസിന് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ഇമേജ് റൂട്ടിംഗ്, അതേപോലെ കറക്റ്റായിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നു. അതായത് ഈ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ്, ഡേറ്റ്, പെയ്ഡ് എമൗണ്ട്, പേയ്മെൻറ്റ് എമൗണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് പേര്, അക്കൗണ്ട് പേ ആരാണ്, അത് സൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇമേജ് റൂട്ടിങ്ങിലൂടെ നോക്കുന്നു. അതെല്ലാം കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ആ ഇമേജ് ഫയൽസ് എല്ലാം ഡ്രോയി ബാങ്കിലേക്ക് കൊടുക്കുന്നു. ദ ഡ്രോയി ബാങ്ക് വിൽ ഫോളോ ഇമേജ് ബേസ്ഡ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് റിട്ടേൺ ഇൻക്ലൂഡിംഗ് വെരിഫിക്കേഷൻ ഓഫ് സിഗ്നേച്ചർ, ഇമേജസ് ഓഫ് ദി ഡ്രോയർ already held in the electronic form with the drawee bank. And the last step, in the outward return, the return instrument is allocated a fresh unique identifier. This can be used by the customer to represent the check. So basically clearing house എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ ഈ ഇമേജ് ഡിജിറ്റൽ ഇമേജ് എന്ത് ചെയ്യുന്നു? അവരും നന്നായിട്ടത് ഇമേജ് റൂട്ടിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ അവരും കറക്റ്റായിട്ട് ആ ഇമേജ് ചെക്ക് ചെയ്യുന്നു. അതിലുള്ള ഡീറ്റെയിൽസ് ലൈക്ക് സിഗ്നേച്ചർ, എമൗണ്ട്, പെയ്ഡ് പേര്, അതേപോലെ തന്നെ ബാക്കി ഡേറ്റും കാര്യങ്ങളെല്ലാം അവരും കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ആ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നടത്തുന്നത്. ഇനി അവരുടെ കയ്യിൽ അപ്പോൾ ഓൾറെഡി ഒരു ഡിജിറ്റൽ ഇമേജ് വന്നു കഴിഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാം? ഈ ഡിജിറ്റൽ ചെക്ക് അവരുടെ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഡിജിറ്റൽ ഫോമാറ്റിലുള്ള ഈ ഡിജിറ്റൽ ഇമേജ് അവർക്ക് വീണ്ടും അവരുടെ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്കും ഇതേപോലെ ഡിജിറ്റൽ മോഡിൽ ചെക്സ് അയക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള ഈ ഇമേജ് യൂസ് ചെയ്യാം. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ കസ്റ്റമർ വന്നു കഴിയുമ്പോൾ അതിലുള്ള ഡേറ്റ് കാര്യങ്ങൾ മാറ്റി കൊടുക്കുക, അതേപോലെ തന്നെ എമൗണ്ട് മാറ്റി കൊടുക്കുക, ആ കണ്ടൻസ് മാത്രം അവർ മാറ്റി കൊടുക്കുന്നു. അതിനാണ് ബേസിക്കലി ഔട്ട്വേർഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇവരാണ് ആർക്കെങ്കിലും ചെക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഇമേജ് ഇവർക്ക് യൂസ് ചെയ്യാം. അത് പുതിയതായിട്ട് അവർ ഡിജിറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡിജിറ്റൽ ഇമേജ് ഓഫ് ചെക്ക് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ കണ്ടൻസ് എൻ്റർ ചെയ്ത് അവർക്ക് വീണ്ടും ഒരു പുതിയ ചെക്ക് ട്രങ്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ലാസ്റ്റ് 2 പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി കളക്ടിംഗ് ബാങ്കർ ആയിരിക്കും. കളക്ടിംഗ് ബാങ്കർ എന്ത് ചെയ്യുന്നു? ഒരു ചെക്ക് അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഫിസിക്കൽ ചെക്ക് അവരുടെ കയ്യിൽ വെച്ചിട്ട് ദിൽ പ്രിപ്പയർ എ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് ദി ചെക്ക്, ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു ആ ചെക്കിലെ കണ്ടൻസ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് ദ ഡിജിറ്റൽ ഇമേജ് ഓഫ് ദി ചെക്ക് ഇസ് ദെൻ ട്രാൻസ്മിറ്റഡ് ബൈ ദി കളക്ടിംഗ് ബാങ്കർ ടു ദി ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസിലേക്കായിരിക്കും നെക്സ്റ്റ് ഈ കളക്ടിംഗ് ബാങ്കർ ഈ ഡിജിറ്റൽ ഇമേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയറിംഗ് ഹൗസ് ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു?
they will do image routing, processing and send the image files of checks to the drawee bank. ഡ്രോയി ബാങ്കിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, ഇമേജ് റൂട്ടിങ് അതേപോലെ എല്ലാ കറക്റ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രോയി ബാങ്കിലേക്ക് ഈ ഇമേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ഡ്രോയി ബാങ്ക് ഈ ഇമേജ് രണ്ട് കാര്യങ്ങൾക്ക് അവർക്ക് യൂസ് ചെയ്യാം. ഒന്ന് എന്തിനു വേണ്ടിയാണ്, ഇതിലെ കാര്യങ്ങൾ ഇമേജ് റൂട്ടിങ് അതേപോലെ പ്രോസസ്സിങ്, സിഗ്നേച്ചർ, ഡേറ്റ്, നെയിം, എമൗണ്ട്, ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് ഈ ഡിജിറ്റൽ ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ അല്ലാതെ ഒരു പുതിയ ട്രാൻസാക്ഷൻ നടത്താനും അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള കസ്റ്റമറിൻ്റെ ചെക്ക് ക്ലിയർ ചെയ്യാനും ഇതേ ഡിജിറ്റൽ ഇമേജ് തന്നെ അവർക്ക് യൂസ് ചെയ്യാം. അതിലെ കണ്ടൻസ് മാത്രം അവർ മാറ്റിക്കൊടുത്താലും മതിയാവും. സോ ദിസ് ഇസ് ബേസിക്കലി ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. സോ ഫിസിക്കൽ ചെക്കിൻ്റെ ക്യൂ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ബേസിക്കലി ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ലീഗൽ വാലിഡിറ്റി ഓഫ് എ ചെക്ക് ട്രങ്കേറ്റഡ് അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അമെൻമെൻറ്റ് ആക്ട് 2002 രണ്ട് ഡെഫിനേഷൻസ് കൊടുക്കുന്നുണ്ട്. എന്താണ് ചെക്ക്, അതേപോലെ എന്താണ് ഒരു ഇലക്ട്രോണിക് ചെക്ക്. ഈ രണ്ട് ഡെഫിനേഷനിലും പറയുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അതിൽ പറയുന്ന ഓരോ രീതിയിലാണ് നമ്മൾ ചെക്ക്സ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്ത ചെക്ക്സ് എല്ലാം ലീഗലി വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ രണ്ട് ഡെഫിനേഷൻസ് ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ആ ടെക്സ്റ്റ് ഡെഫിനേഷൻസ് ഒന്ന് നോക്കുക. എന്താണ് ആ ആക്ട് പ്രകാരം ഒരു ചെക്കിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ ചെക്ക് ഇസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് drawn on a specified banker and not expressed to be payable otherwise than on demand, and it includes the electronic image of a truncated check and check in the electronic form. അതായിരുന്നു ആദ്യം അമെൻമെൻറ്റ് വരുന്നേക്കാളും മുന്നേ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൽ ചെക്കിൻ്റെ ഡെഫിനേഷൻ. അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ സെക്ഷൻ കൂടെ അവർ ആഡ് ചെയ്തു ആ ആക്ടിൽ, ദാറ്റ് ഇസ് സെക്ഷൻ 6 സബ്സെക്ഷൻ എ. ആ ആക്ടിൽ ഈ പുതിയ സെക്ഷൻ പ്രകാരം ഇലക്ട്രോണിക് ചെക്കിന് കൂടെ അവരൊരു പുതിയ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എ ചെക്ക് ഇൻ ദി ഇലക്ട്രോണിക് ഫോം കണ്ടെയ്ൻസ് ദി എക്സാക്ട് മിറർ ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക് ആൻഡ് ഇസ് ജനറേറ്റഡ്, written and signed in a secure system ensuring the minimum safety standards with the use of digital signatures and asymmetric cryptography. So basically ഒരു ചെക്കിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇലക്ട്രോണിക് ചെക്കിനും ഉള്ളത്. അതിലെപ്പോലെ തന്നെ എല്ലാ കണ്ടൻസും ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡ്രോയുടെ പേരുണ്ടാവും, അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലുള്ള ചെക്കാണെങ്കിൽ നോർമൽ സിഗ്നേച്ചർ ഉണ്ടാവും. അതേപോലെ എമൗണ്ട് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും, ആർക്കാണ് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അഡീഷണൽ ആയിട്ട് ഇലക്ട്രോണിക് ചെക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി. അതായത് ബേസിക്കലി നോർമൽ ലെറ്റേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേതെങ്കിലും ഒരു ക്യാരക്ടേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബേസിക്കലി നമ്പേഴ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ഡിജിറ്റൽ ചെക്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചെക്കിലൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എൻക്രിപ്ഷൻ അതേപോലെ ഡീക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയുള്ള എൻക്രിപ്റ്റ് ചെയ്ത ചെക്സിനെയാണ് ബേസിക്കലി അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സൊക്കെ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അതൊന്നും നമുക്കത് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്, കുറച്ചുകൂടെ സെക്യൂർഡ് ഫോമിലേക്ക് നമ്മൾ ആക്കുകയാണ്. അതിനെയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ലെറ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദ ഇൻഫർമേഷൻ ഇസ് ആക്ച്വലി ഇൻ എൻക്രിപ്റ്റഡ് ഫോം. അത് റീഡ് ചെയ്യാൻ നമുക്ക് പാസ്വേഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുള്ളവർക്ക് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ ആ ചെക്കിലെ കണ്ടൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അങ്ങനെയൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത കാര്യങ്ങളുള്ള എല്ലാ ടൈപ്പ് ഓഫ് ചെക്സും ഇലക്ട്രോണിക് ചെക്കിൻ്റെ കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ രണ്ട് ഡെഫിനേഷനിലും പറയുന്ന രീതിയിലാണ് ചെക്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ ബോത്ത് ടൈപ്പ് ഓഫ് ചെക്സ് ആർ ലീഗലി വാലിഡ്. ഇത്രയും കാര്യങ്ങളാണ് ആ ലീഗൽ വാലിഡിറ്റി ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്കിൽ പറയാനുള്ളത്. സോ ആ രണ്ട് ഡെഫിനേഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഫസ്റ്റ് ഡെഫിനേഷൻ നോർമൽ ഒരു ചെക്കിൻ്റെ ഡെഫിനേഷനാണ്. സെക്കൻഡ് ഡെഫിനേഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ലെറ്റേഴ്സിനേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറായിട്ടോ നമ്പറായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നു. അതായത് അതെന്തിനു വേണ്ടിയാണ്, സെക്യൂരിറ്റി പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ now let's see some of the advantages of the process of check truncation. It enables the banks to enjoy greater efficiency in the management of funds of their customers and to provide them better service.
ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം യൂസ് ചെയ്ത് ഇച്ചിരി അത് കുറച്ചുകൂടെ എന്താ പറയുന്നത് വളരെ കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട്സ് നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാനും സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ടൈം ഫോർ ക്ലിയറിംഗ് പ്രോസസ് ടു 1 day ഫോർ ഇൻ്റർസിറ്റി ക്ലിയറിംഗ് ആൻഡ് സെയിം ഡേ ഫോർ ലോക്കൽ ക്ലിയറിംഗ്. ലോക്കൽ ചെക്കാണ് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേയിൽ തന്നെ ക്ലിയറിംഗ് പോസിബിളാണ്. അതേപോലെ ഇൻ്റർസിറ്റി ചെക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൂടെ എടുത്തുകൊണ്ട്, അതായത് ബേസിക്കലി 2 days കൊണ്ട് നമുക്ക് ഇൻ്റർസിറ്റി ചെക്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ടൈം റെഡ്യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ ചെക്ക് ട്രങ്കേഷൻ പ്രോസസ്സിന് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ദാറ്റ് ദ പ്രോസസ് ഓഫ് ചെക്ക് ട്രങ്കേഷൻ എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് മില്യൻസ് ഓഫ് ചെക്സ് എവറി ഡേ. അതായത് ഫിസിക്കൽ ചെക്സൊക്കെയാണ് ആക്ച്വലി നമ്മൾ ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ പറയുന്ന ആ ഫിസിക്കൽ ബോക്സിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് ഒരു ക്യൂ അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് മാത്രമേ അവർ ക്ലിയർ ചെയ്യുള്ളൂ. സോ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഈ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ചെക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബേസിക്കലി ഫിസിക്കൽ ചെക്സിൻ്റെ കേസസിലാണ് ഇതേപോലുള്ളൊരു ക്യൂ നമുക്ക് ഫേസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് റിമൂവ്സ് ദി ഇൻകൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ് ഡ്യൂ ടു ലോസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ട്രാൻസിറ്റ് ഡ്യൂറിങ് ദി ക്ലിയറിംഗ് സൈക്കിൾ. ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ദി എൻറ്റയർ കൺട്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻകൺവീനിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഒരു ഫെസിലിറ്റി, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസാണ് ഇവിടെ മിഡിൽമെൻ ആയിട്ട് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഒരു സർവീസ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ബാങ്കിങ് ഫീൽഡിൽ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫെസിലിറ്റി കുറച്ചുകൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇറ്റ് റെഡ്യൂസസ് ദ സ്കോപ്പ് ഫോർ ക്ലിയറിംഗ് റിലേറ്റഡ് ഫ്രോഡ്സ്, then it minimizes the cost of collection of checks. ഇതേപോലുള്ള ഓരോ ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ചെക്ക് കളക്ഷൻ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഒറ്റ സമയത്ത് തന്നെ ഒരുപാട് ചെക്സ് നമുക്ക് അറ്റ് എ ടൈം ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഫ്രോഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബിക്കോസ് ഇലക്ട്രോണിക് ചെക്ക് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ചെക്സ് ആർ ഇൻ എൻക്രിപ്റ്റഡ് ഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്വേഡും കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ ആ ചെക്കിൻ്റെ കണ്ടൻസ് വായിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അത് സെക്യൂർഡാണ്. ഫ്രോഡ്സൊക്കെ ഹാപ്പനിങ് വളരെ കുറവായിരിക്കും. ദീസ് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് CTS system, or we can say check truncation system. I hope you understood. Thank you so much.